ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു പിസ്സ റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. പാൻ പിസ്സയാണ്. അപ്പോൾ അത് നന്നായിട്ട് ചീസി ആയിട്ടുള്ള, അതിൻ്റെ ക്രസ്റ്റൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പിസ്സയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കൊന്ന് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് ഒരു 1.5 കപ്പ് വാം വാട്ടർ എടുക്കുക. ഒക്കെ ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു 1.5 തൊട്ട് 2 ടീസ്പൂൺ നമുക്ക് ഈസ്റ്റ് ഫ്രഷ് ആയിരിക്കണം കേട്ടോ, പുതിയ പാക്കറ്റ് ആയിരിക്കണേ. പഴയതിട്ട് കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഡോ കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈസ്റ്റും ഷുഗറും ഇട്ട് കൊടുക്കുക. അത് 1/2 ടീസ്പൂൺ തൊട്ട് 1 ടീസ്പൂൺ വരെ ഷുഗർ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നാൽ ഷുഗർ ഞാനത് കുറച്ച് നമ്മൾ ഡോയിലേക്ക് വീണ്ടും ഷുഗർ ഇട്ട് കൊടുക്കും, ഇത് കൂടാണ്ട്. അപ്പോൾ നമ്മൾ മാവ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തെ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതൊരു സൈഡിൽ വെച്ചിട്ട് നമുക്കൊരു ബൗളിലേക്ക് 2 കപ്പ് മൈദാമാവ് എടുക്കാം. 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ കയ്യിലില്ല എങ്കിൽ 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ മിൽക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് ആദ്യം ഈസ്റ്റ് എടുക്കാനായിട്ട് വെള്ളത്തിൻ്റെ അളവ് ഒന്ന് കുറച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതെല്ലാം ഇട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഷുഗർ വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിൽ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കൈകൊണ്ട് ആദ്യം ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, എടുത്തു വെച്ചിരിക്കുന്ന ഈസ്റ്റിൻ്റെ വെള്ളം കൂടെ അതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കുഴച്ച്, കൈകൊണ്ട് കുഴച്ച് നമുക്ക് വൃത്തിയായിട്ട് അതിനെ ഒന്ന് ആ ഒരു ഡോ ആക്കി മാറ്റണം. ഇത് ഞാനിപ്പോൾ ആദ്യം സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ആക്കിയതാണ്. കൈകൊണ്ട് തന്നെ കുഴക്കുക കേട്ടോ. അതിൻ്റെ അകത്ത് കുറച്ച് ഓയിൽ വേണം. ഒലിവ് ഓയിൽ എടുക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കാം. അത് ഒരു 1 തൊട്ട് 2 ടീസ്പൂണൊക്കെ എടുക്കാം, കുഴപ്പമില്ല. നമുക്ക് ആദ്യം ഇങ്ങനെ നന്നായിട്ട് കയ്യിലൊക്കെ ഒട്ടുന്ന പരുവത്തിലായിരിക്കും കിട്ടുക. ആ സമയത്ത് നമുക്ക് മാവൊന്നും ചേർത്ത് കൊടുക്കേണ്ട. നമ്മൾ കൈകൊണ്ട് തന്നെ കുഴച്ച് നമുക്ക് ഈ പരുവത്തിലേക്ക് വരും. അഥവാ വീണ്ടും വാട്ടറിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് മാവ് ആഡ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് അതിനൊന്ന് കുഴച്ച് വൃത്തിയാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പരുവത്തിൽ കിട്ടും. ഇനി നമുക്ക് ആ ബൗളിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് നമുക്കതിന് നന്നായിട്ട് തടയി കൊടുത്തിട്ട് മാവ് സൈഡിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കതിനെ ഒന്ന് അടച്ച് വെക്കാം. ക്ലിംഗ് ഫിലിം വെച്ചിട്ട് ഞാനിതിനെ കവർ ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ്. ഓക്കെ, അതൊരു 1-2 മണിക്കൂർ ഇരിക്കട്ടെ. ഇപ്പം നമുക്ക് തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഒന്നുകിൽ ഓവൻ്റെ നമ്മുടെ ലൈറ്റ് ഇട്ടിട്ട് അതിൽ വെക്കാം. അതല്ല എങ്കിൽ കുറച്ച് മണിക്കൂർ എക്സ്ട്രാ വേണ്ടി വരും ആയിക്കിട്ടാൻ. ഓക്കെ, അത് അവിടെ തന്നെ നമുക്ക് വെക്കാം. ഇനി നമുക്ക് വേണ്ടത് അതിലേക്കുള്ള ചിക്കൻ ഫ്രൈ ചെയ്യാം. ഞാൻ അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പും കുറച്ച് പാപ്രിക്ക പൗഡർ ഇല്ല എങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലി കുറച്ച് ചേർത്ത് കൊടുക്കുക. അതല്ല എങ്കിൽ നമുക്ക് പിസ്സ സോസ് ചേർത്തിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനപ്പം പിസ്സ സോസും ചേർത്തിട്ടുണ്ട്, പാപ്രിക്ക പൗഡറും ചേർത്തിട്ടുണ്ട്. ഞാൻ പിസ്സ സോസിൻ്റെ റെസിപ്പി ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് ചിക്കൻ ഫ്രൈ ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡോ റെഡിയായി നോക്കാം. നമ്മുടെ ഡോ ഡബിൾ സൈസിൽ പൊങ്ങി വന്നിട്ടുണ്ട്. ഇങ്ങനെ കിട്ടണം നമുക്ക് കേട്ടോ, എന്നാലേ നമ്മുടെ അതിൻ്റെ ക്രസ്റ്റിന് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും. നമ്മൾ ഉദ്ദേശിച്ച പോലെ വരികയുള്ളൂ കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിന് ഞാനിത് 2ആയിട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. ഇത് ഒരു പിസ്സയല്ല, 2 പിസ്സയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ ഒരു ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ട് ഇനി ഒരു ഭാഗമാണ് എടുക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു പോർഷൻ എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഏത് പാനിലാണോ അതിലേക്ക് ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിസ്സാൻ്റെ ആ ഒരു ഷേപ്പിൽ നമുക്ക് അതിൻ്റെ ഡോയെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫോർക്ക് കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. എന്തിനാന്ന് വെച്ചാൽ ഈ ഡോ പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അത് കാരണം നമുക്കതൊന്ന് പൊങ്ങാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളതങ്ങനെ ചെയ്യുന്നത് കേട്ടോ, ഫോർക്ക് കൊണ്ട് കുത്തുന്നത്. അതിനുശേഷം അതിനെ ഒന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ചിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പിസ്സ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. സോസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ. അപ്പം ഞാൻ അധികം സോസ് ചേർക്കില്ല, കാരണം എനിക്ക് സോസിനോട് ഒത്തിരി താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. സോസ് ഇഷ്ടമുള്ളവർ കുറച്ചധികം സോസും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ചീസ് ഇട്ട് കൊടുത്തോളൂ. മൊസറല്ല ചീസ് ഞാൻ എടുത്തിട്ടുണ്ട്, നന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെയാണോ വെജിറ്റബിൾസ്, പിസ്സയ്ക്ക് പറ്റുന്ന വെജിറ്റബിൾസ് ഉള്ളത് അതിനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കും. ഞാൻ ക്യാപ്സിക്കം, ടൊമാറ്റോയും ഒനിയനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചിക്കനും ഇട്ട് കൊടുത്തു. കുറച്ച് ഒറിഗാനോയും കുറച്ച് ചില്ലി ഫ്ലേക്സും അതിനകത്ത് ഇട്ട് കൊടുക്കണം. ഞാനതിട്ട് കൊടുക്കാൻ മറന്നു പോയതാണ്. നിങ്ങളത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ചീസ് ഇട്ട് കൊടുക്കുക. ചീസ് ഒരുപാട് ഇഷ്ടമുള്ളവരാണ് ചീസ് നന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 10 മിനിറ്റ് അത്രമാത്രം മതി അടച്ചു വെക്കുക. അപ്പോൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യാൻ നോക്കി, അതിൻ്റെ ക്രസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ക്രിസ്പിയാണ്. അതിൻ്റെ സൈഡിൽ നോക്കി നല്ല ബ്രൗൺ കളറിലായിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. നമ്മൾ ഒരുപാട് ഇട്ടിട്ട് നമ്മളതിനെ ഇതാക്കി കഴിഞ്ഞാൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ മാത്രം വെച്ച് കൊടുക്കുക. ഫ്ലെയിം കൂടി പോകരുത്, കരിഞ്ഞു പോകും പെട്ടെന്ന്. അപ്പോൾ ഓൾറെഡി അതിൻ്റെ ഒരു ഭാഗം കുക്കായതാണ്.
അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചീസി ആയിട്ടുള്ള നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വേർത്താണ്, അതെന്തായാലും ഫ്ലോപ്പായി പോകില്ല. ഓക്കെ, അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളുമായിട്ട് വരുന്നവരേക്കും ബൈ ബൈ. ഇനിയും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നവർക്ക് താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം കമൻറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് വീണ്ടും വീണ്ടും പുതിയ റെസിപ്പികൾ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമുക്ക് മോട്ടിവേഷനായിട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പം ബൈ ബൈ.